വെൽക്കം ടു റീലേ. ഇസ്രയേലിനും ഇറാനും ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിലേക്ക് അമേരിക്ക ഇൻവോൾവ് ആകുകയാണെങ്കിൽ അത് നമ്മുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ പോകുന്നത് വലിയ മോശമായിട്ടുള്ള അവസ്ഥകളായിരിക്കും. അതെന്തുകൊണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അമേരിക്ക അവരുടെ മദർലാൻഡ്, അതായത് അവരുടെ മെയിൻ ലാൻഡിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും അവരെങ്ങനെയായിരിക്കും ആക്രമിക്കുക? പേർഷ്യൻ ഗൾഫ് റീജിയൻ, അതായത് നമ്മുടെ ഇറാൻ ചുറ്റി വരുന്ന ഇറാൻ മുതൽ ഇറാഖ്, കുവൈറ്റ് എന്നിങ്ങനെ ചുറ്റി വന്ന് ബഹ്റൈൻ വരെ എത്തുന്ന പേർഷ്യൻ ഗൾഫ് റീജിയനുള്ള ആ ഒരു സമുദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ വളരെ ഏകദേശം 10 മിലിറ്ററി ബേസുകൾ അമേരിക്ക പണിതിട്ടുണ്ട്. അവിടെ അമേരിക്കൻ സൈനികരുമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുമായിരിക്കും ഇറാനെ അവർ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കുക സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ ഇരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ സുന്നി ഷിയ ഈ ഒരു പ്രശ്നം അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലും അല്ല ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നും ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്ന് റിട്ടാലിയേഷനായിട്ട് ഈ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകളിലേക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവരിലേക്ക് ഒരു ആക്രമണം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രത്യാക്രമണം അവരും തിരിച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതെന്തായാലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കും. നമുക്കറിയാം ഈ ഒരു ഭാഗത്തുള്ള നമുക്കൊരു ജനങ്ങളെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ജോലിക്കായും മറ്റും പോകുന്ന അനേകം ജനങ്ങൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള അനേകം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ GCC എന്ന് പറയുന്നത്. ഗൾഫ് മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഭാഗങ്ങളിൽ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ജോലിക്കായും മറ്റും പോയിട്ടുള്ള അവരെയും അത് ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും അവരെ അത് വലിയ തോതിൽ ബാധിക്കുകയും അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ അത് എത്തിച്ചേരുകയും ചെയ്യും. ഇനി അതുകൊണ്ട് മാത്രം പ്രശ്നം കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവായി മാറുമോ? ഒരിക്കലുമില്ല. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ഓയിലിൻ്റെ ഏകദേശം 50% നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നാണ്. ഏകദേശം 40 മുതൽ 50% ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്ത് യുദ്ധം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ കപ്പൽ ഗതാഗതത്തെ അത് വലിയ തോതിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന സമയത്ത് നമുക്ക് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമുക്കിവിടെ എണ്ണ എത്തത്തില്ല. അപ്പം പെട്രോളിൻ്റെ വില കൂടും. അതുകൂടാതെ തന്നെ മറ്റു വസ്തുക്കളുടെ വിലക്കയറ്റത്തിലേക്ക് പോകും. ഇൻഫ്ലേഷൻ ഉണ്ടാകും. സാധനങ്ങളുടെ മൊത്തത്തിലുള്ള വിലയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പോകും. ഇത് രണ്ടാമത്തെ പ്രശ്നം. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിനെക്കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും അത്യാവശ്യം അറിയാവുന്നവർക്കറിയാം. അതായത് ഈ 2 ലോകമഹായുദ്ധങ്ങളും ഉണ്ടാകുന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കയറിയൊരു യുദ്ധത്തിന് പോയിട്ടൊന്നുമല്ല. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നടക്കുന്ന പ്രശ്നം. അപ്പോൾ അതിൽ ഒരു രാജ്യത്തിൻ്റെ പങ്കാളിയായിട്ട് അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് മറ്റൊരു രാജ്യം വരുന്നു. അപ്പോൾ മറുവശത്തുള്ള രാജ്യത്തിൻ്റെ സഖ്യകക്ഷിയായിട്ട് അതിൻ്റെ സുഹൃത്തായിട്ടുള്ള അടുത്ത രാജ്യം വരുന്നു. അപ്പം അങ്ങനെ ചേർന്നിട്ടാണ് ഒന്നാം ലോകമഹായുദ്ധമാണെങ്കിലും രണ്ടാം ലോകമഹായുദ്ധമാണെങ്കിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും. ഇതിനും ഏകദേശം കുറച്ച് കാലം മുമ്പാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തേക്ക് ഉക്രൈനെ വലിയ രീതിയിൽ സഹായിക്കുന്നത് നാറ്റോയാണ്. അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ചേർന്നിട്ടാണ് ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് കൂടെ റഷ്യനെ കൂടെ നിന്ന് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇറാനും മുകളിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ അവർ പരസ്പരം നടത്തുന്ന പ്രശ്നത്തിൽ നിന്ന് റഷ്യ ഒഴിവായി നിൽക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇതിനകത്തേക്ക് ബ്രിട്ടനോ അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇൻവോൾവായി അവരും കൂടി ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യ ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇൻഫാക്ട് റഷ്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഇതിനകത്തേക്ക് ഇടപെടുകയാണെങ്കിൽ ഇറാൻ്റെ സഖ്യത്തിൽ ഞങ്ങൾ ചേരുമെന്ന് റഷ്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റഷ്യ മാത്രമല്ല ഇങ്ങനെ ഇടപെടുകയാണെങ്കിൽ തന്നെ ഇടപെടാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും ചൈനയെ ഇൻവോൾവ് ആകും. ചൈന നേരിട്ടൊരു യുദ്ധത്തിലേക്ക് വന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇറാന് നൽകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ ആയുധങ്ങളൊക്കെ എവിടെയായിരിക്കും പ്രയോഗിക്കപ്പെടുക? ഒന്ന് സ്വാഭാവികമായിട്ടും ഇസ്രയേലിലായിരിക്കും. രണ്ടാമതായിട്ട് അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുക പേർഷ്യൻ ഗൾഫിലുള്ള അവിടുത്തെ ചില രാജ്യങ്ങൾ വഴിയായിരിക്കും. അതായത് കുവൈറ്റ് മുതൽ ബഹ്റൈൻ വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 10 അമേരിക്കയുടെ മിലിറ്ററി ബേസുകളിൽ നിന്നുമായിരിക്കും ഇറാനെ ആക്രമിക്കുക. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രത്യാക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക ഗൾഫ് രാജ്യങ്ങളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി താല്പര്യമില്ല എങ്കിൽ കൂടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കിട്ടുന്ന ഈ തിരിച്ചടി കിട്ടുന്നത് അവരുടെ മെയിൻ ലാൻഡിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങൾക്കും അറിഞ്ഞോ അറിയാതെ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും സാധിക്കുകയില്ല.
നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കൊക്കെ ആണെങ്കിലും നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ കമൻറ്റുകളാണ്. അമേരിക്ക ഇതിനകത്ത് ഇടപെടട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ. ചെയ്യുന്ന സമയത്ത് അതെ ഒരു പരോക്ഷമായിട്ടും ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും അത് ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ് എന്നുള്ളൊരു സ്വയം ചിന്തനമൊക്കെ ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയായിരിക്കും. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.